ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 12-13. ഭഗവത്ഗീതയിലാകെ 18 അധ്യായവും 700 ശ്ലോകങ്ങളുമാണ് ഉള്ളത്. ഇതിൽ ധാരാളം ശ്ലോകങ്ങൾ മന്ത്രങ്ങളായിട്ട് നമുക്ക് അഹോരാത്രം ഉച്ചരിക്കാൻ സാധിക്കുന്നവയാണ്. മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തിച്ച് അഹോരാത്രം ഉരുവിടാൻ സാധിക്കുന്നത്. വേറൊരു പ്രത്യേകത, ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവനെ ഒരു പരിച പോലെ അത് ആ മന്ത്രങ്ങൾ സംരക്ഷിക്കുന്നു എന്ന അർത്ഥം കൂടെ വേദങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. ലോകത്ത് അവതീർണമായിട്ടുള്ള ഏത് ദൈവീക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ഇത്തരം മന്ത്രിക്കാൻ ഉതകുന്ന വാക്കുകൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മനുഷ്യനെന്ന് അനുഭവിക്കുന്ന 3 തരം ക്ലേശങ്ങൾ, ആദിഭൂതം, ആദിഭൗതികം, ആദിദൈവികം തുടങ്ങിയ ക്ലേശങ്ങളിൽ നിന്നും ഒരു പരിച പോലെ ഈ മന്ത്രങ്ങൾ മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്ന ഒരു സത്യം വേദങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. നമുക്കിനി മന്ത്രത്തിലോട്ട് അല്ലെങ്കിൽ ശ്ലോകത്തിലോട്ട് കടക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. അർജുന ഉവാച പരം ബ്രഹ്മം പരം ധാമം പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭൂ. ഈ ശ്ലോകമാണ് മന്ത്രമായിട്ട് സാധാരണ അഹോരാത്രം നമുക്ക് ഉച്ചരിക്കാൻ, ഉരുവിടാൻ, മന്ത്രിക്കാൻ സാധിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈശ്വര സങ്കല്പം സനാതനധർമ്മത്തിൽ എപ്രകാരമായിരുന്നു എന്നത് അർജുനൻ ഭഗവത്ഗീതയുടെ 9 അധ്യായങ്ങൾ ശ്രീകൃഷ്ണനിൽ നിന്നും ശ്രവിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ അറിവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പുറത്തു വന്ന ഒരു മഹത്തായിട്ടുള്ള വചനങ്ങളാണിവ. അതിൽ ശ്രദ്ധിക്കാം നമുക്ക് വചനം. പരംബ്രഹ്മം. ബ്രഹ്മം എന്ന വാക്ക് ആദികാലം മുതൽ ഈശ്വരനെ പ്രതിപാദിക്കുന്നൊരു വാക്കായിട്ട് നമുക്ക് വേദങ്ങളിൽ ശ്രദ്ധിക്കാം. ബ്രഹ്മമാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൽ ഈശ്വരനെ പ്രതിപാദിക്കുന്ന ഒരു വാക്ക്. അതിൽ പരം എന്ന വാക്ക് അതിന് മുമ്പ് ചേർത്തിട്ടുണ്ട്. പരം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠമായിട്ടുള്ളത്, വലുതായിട്ടുള്ളത്, ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്നാണ് ആ പരം. അപ്പം പരം ബ്രഹ്മം, ഈശ്വരൻ അത്രയ്ക്ക് പരം ശ്രേഷ്ഠമായിട്ടുള്ളവനാണ്. അടുത്ത പരം ധാമം. ധാമം എന്നുള്ളത് ഇരിപ്പിടം. ഈശ്വരൻ്റെ ഇരിപ്പിടം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, ഉത്തമമായിട്ടുള്ളതാണ്. അടുത്ത പവിത്രം. ഈശ്വരൻ പവിത്രം എന്ന വാക്ക് പരിശുദ്ധം എന്നതാണ്. അപ്പം ഈശ്വരൻ്റെ സ്ഥാനം, ഈശ്വരൻ എപ്രകാരമുള്ളവനാണ്, അതായത് പരം ബ്രഹ്മം, പരംധാമം, പവിത്രം. അടുത്ത പുരുഷം ശാശ്വതം ദിവ്യം. പുരുഷം ശാശ്വതം ദിവ്യം എന്നുള്ള വാക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അതായത് ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്രയും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിനെയാണ് പുരുഷം ശാശ്വതം ദിവ്യം എന്ന് പറയുന്നത്. അടുത്ത ആദിദേവം. നാം അറിയുന്ന എല്ലാ ദേവന്മാർക്കും മുമ്പായിട്ടുള്ള ദേവനാണ്. എല്ലാ ദേവന്മാരുടെയും സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ദേവനാണ് ആദിദേവം. അജം വിഭു. അജം എന്ന വാക്കിൻ്റെ അർത്ഥം ജനകനോ ജാതനോ അല്ല. അദ്ദേഹം ഈശ്വരൻ ആരുടെയും പുത്രനോ പിതാവോ അല്ല എന്നാണ് അജം. വിഭു എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയം സൃഷ്ടി നടത്തിയവൻ. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വചനമാണ് അർജുനൻ ഈ 9 അധ്യായവും ശ്രവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഇങ്ങനെ ഉത്ഭവിച്ചത്. മാത്രമല്ല അദ്ദേഹം താനിതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതുകൂടെ അടുത്ത ശ്ലോകത്തിൽ നമ്മെ അറിയിക്കുന്നു. അടുത്ത ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം. ആഹുഷ്ത്വാ ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. എല്ലാ ഋഷികളും, ആഹുഷ്ത്വാം ഋഷയഃ സർവേ, പ്രത്യേകിച്ച് പറയുന്നു ദേവർഷിമാരായിട്ടുള്ള നാരദ മഹർഷിയും അസിത മഹർഷിയും ദേവല മഹർഷിയും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അവരറിയിച്ചു തന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പോയിട്ട് മനുഷ്യരിൽ എത്തിയിട്ടുള്ള വ്യാസമഹർഷിയും എനിക്കിത് അറിയിച്ചു തന്നതായിട്ട് ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനം പറയുന്നു സ്വയം ചൈവ ബ്രവീഷിമേ. കൃഷ്ണ, അങ്ങിപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഈ സത്യത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ 2ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം.
അപ്പം നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും പരമമായിട്ടുള്ളൊരു ഈശ്വര സങ്കല്പം ഭഗവത്ഗീതയിൽ നമ്മെ അറിയിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകം ആവർത്തിച്ചുരുവിട്ടാൽ ഒരു പരിച പോലെ നമ്മെ സദാ അഹോരാത്രം സംരക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതായിട്ട് ഋഷിമാർ നമ്മെ അറിയിക്കുന്നു. ഇനി ഇതിൻ്റെ സാരം നോക്കാം. ആകെയുള്ള സാരം: ഹേ ഭഗവൻ, അങ്ങ് പരബ്രഹ്മവും ഉത്കൃഷ്ടധാമവും അത്യന്തം ശുദ്ധനുമാകുന്നു. നാരദൻ, അസിതൻ, ദേവനൻ എന്നീ ദേവർഷികളും വ്യാസൻ മുതലായ മറ്റുള്ള മഹർഷിമാരും അങ്ങയെ നിത്യനും ദിവ്യനും ബ്രഹ്മാദി ദേവന്മാർക്കെല്ലാം കാരണവും ജന്മശൂന്യനും വ്യാപകമായ പരമപുരുഷനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് സ്വയം എന്നെ അറിയിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.